രണ്ടാമത്തെ കാര്യം അവൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ യേശുവിനെ അറിഞ്ഞവരെ ഒരു മന്ദതയിലാക്കും. യേശുവിനെ അറിഞ്ഞ് ദൈവരാജ്യത്തിൽ എത്തിപ്പെട്ട ആളുകളെ ഒരു മന്ദതയിലാക്കും, ഒരു ആലസ്യത്തിലാക്കും. അവരൊരു കാര്യത്തിലും തീക്ഷ്ണതയില്ലാത്തൊരു ജനതയായിട്ട് മാറും. ഇതൊരു ജീവിത സമ്പ്രദായമായിട്ട് മാറും. എല്ലാവരും പള്ളിയിൽ പോന്നു, നമ്മളും പോന്നു. മറ്റു മതക്കാർ അവരുടെ ക്ഷേത്രങ്ങളിൽ, അവരുടെ ആലയങ്ങളിൽ പോകുന്നു, നമ്മളും പോകുന്നു. അവർ ഉത്സവം നടത്തുന്നു, നമ്മൾ ഉത്സവം നടത്തുന്നു. അവരെന്തൊക്കെ പരിപാടികൾ നടത്തുന്നു, നമ്മളും പരിപാടി നടത്തുന്നു. ശരിയായ ചൈതന്യത്തിൽ നിന്ന് ജനത മാറിപ്പോകും. എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം സഭയിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് ആ മന്ദതയ്ക്കകത്ത് ജീവിക്കും. സുവിശേഷത്തിന്റെ തീക്ഷ്ണതയോ ആത്മാവിന്റെ നിറവോ ജനതയ്ക്ക് നഷ്ടപ്പെടുത്തും. ഞാൻ പറഞ്ഞു വരുന്നത് ഇവന്റെ ഓപ്പറേഷന്റെ വേറൊരു രീതിയാണിത്. അതുകൊണ്ട് ഈശോ ആദ്യം തന്നെ അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കാണാത്തൊരു നെറ്റ്വർക്ക് നിങ്ങൾക്കെതിരെ നിപ്പുണ്ടാവും. അതുകൊണ്ട് ഇത് അറിഞ്ഞു പൊക്കോണം. നിങ്ങൾക്ക് ഞാൻ അധികാരം തരികയാണ്. സകല പിശാചുക്കളുടെ മേലും നിങ്ങൾക്ക് അധികാരവും